ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് തകർന്നു വീഴുന്ന ഒരു സ്റ്റോറിയാണ് നമ്മൾ കണ്ടത്. ഷാർപ്പ് ബ്രോഡ് ബേസ് സെൽ ഓഫ്. സെൻസെക്സ് 1200 പോയിന്റിന് മുകളിൽ ഇടിഞ്ഞ് 82,498 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 വലിയ ഇടിവോടെ 25,454 സെറ്റിൽ ചെയ്തു. ബാങ്ക് നിഫ്റ്റി കൂടി പ്രഷർ നേരിട്ട് 60,739 ക്ലോസ് ചെയ്തു. ബഡ്ജറ്റ് ഡേ കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ സിംഗിൾ ഡേ ഫാൾ ആണിത്. എന്താണ് ഇതിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ കാണുന്നത്? റീസെന്റ് ഹൈസിൽ നിന്ന് ഹെവി പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ റൈസിംഗ് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, US ഇറാൻ കോൺഫ്ലിക്ട് ന്യൂസ്, ഓട്ടോ, റിയാലിറ്റി, മീഡിയ സെക്ടറുകളിൽ വീക്ക് സെന്റിമെന്റ്സ് തുടരുന്നതും പോസിറ്റീവ് ഓപ്പണിംഗ് ഉണ്ടായിട്ടും ഇൻട്രാഡേയിൽ മാർക്കറ്റ് ഡീപ് റെഡ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇന്നത്തെ ഫാൾ കൊണ്ട് ഏകദേശം 6 മുതൽ 8 ലക്ഷം കോടി ഇൻവെസ്റ്റേഴ്സിന്റെ വെൽത്ത് ഒലിച്ചുപോയി എന്ന് വേണം കരുതാൻ. ടോപ്പ് 3 സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ NCC ലിമിറ്റഡ് ഷെയർസ് ഏർലി ട്രേഡിൽ നിന്ന് തന്നെ 52 വീക്ക് ലോയിലേക്ക് വീഴുന്നത് കാണാൻ കഴിഞ്ഞു. കാരണം നാഷണൽ ഹൈവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ 2 വർഷത്തേക്ക് പുതിയ ടെൻഡേഴ്സിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് വിലക്കി. ടാറ്റ കൺസൾട്ടൻസി സർവീസ് IT സെക്ടർ ഓവറോൾ വീക്ക് ആയിരുന്നെങ്കിലും TCS ഫോക്കസിൽ നിന്നും AI ഇമ്പാക്ട് സമ്മിറ്റിൽ ഓപ്പൺ AIയുമായിട്ട് പാർട്ണർഷിപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർക്കറ്റിൽ റെസിലിയൻസ് കാണിച്ച ഫ്യൂ സ്റ്റോക്സിൽ ഒന്നായിട്ട് ടാറ്റ കൺസൾട്ടൻസി സർവീസ് മാറുകയും ചെയ്യും. ഹിന്ദുസ്ഥാൻ യൂണിലിവർ നെക്സ്റ്റ് 2 ഇയേഴ്സിൽ 2000 കോടി ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രീമിയം ബ്യൂട്ടി ആൻഡ് ഹോം കെയർ മാനുഫാക്ചറിംഗ് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ കമ്പനി തീരുമാനിച്ചു. NSEയുടെ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് ONGC, HDFC ലൈഫ്, ഹിൻഡാൽകോ. ടോപ്പ് ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻഡിഗോ, M&M, BEL. ഇന്നത്തെ മാർക്കറ്റ് സമ്മറി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ വോളറ്റാലിറ്റി കൂടി വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. പ്രോഫിറ്റ് ബുക്കിംഗും ഗ്ലോബൽ ടെൻഷൻസും ചേർന്ന് ഇൻഡിസസ് മേജർ സപ്പോർട്ട് ലെവൽസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത്. അടുത്ത കുറച്ച് സെഷനുകളിൽ നിഫ്റ്റി 50 25,400 സോൺ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ആയിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഡെയിലി മാർക്കറ്റ് അപ്ഡേറ്റ്സിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ്. മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള വോളറ്റാലിറ്റിയും ഇത്തരത്തിലുള്ള സെൽ ഓഫുകളും പ്രോഫിറ്റ് ബുക്കിംഗും ഒക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്നത് തന്നെയാണ്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈ സെൽ ഡേയ്സ് വരുന്നതിന്റെ ഒരു കാരണം തന്നെ ബിഗ് പ്ലേയേഴ്സ് അവരുടെ സ്റ്റോക്കുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നതിന്റെ ഒരു തെളിവാണ്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു അക്യുമുലേഷൻ നടക്കുന്നതിന്റെ സാധ്യതകൾ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ഒരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്കും അത്തരത്തിലൊരു പോസിറ്റീവ് സെന്റിമെന്റ്സ് മനസ്സിലാക്കി പോസിറ്റീവ് മൊമെന്റം വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ തുടരുന്ന സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്തതിനെ പറ്റി ആലോചിക്കാവുന്നതാണ്. തീർച്ചയായും നാളെ വീണ്ടും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വിശേഷങ്ങളും സ്റ്റോക്ക് ന്യൂസുകളുമായിട്ട് കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ.